ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. PV അൻവർ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ വളരെ കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ RSS അല്ലെങ്കിൽ BJP കടന്നു വരുവാൻ വേണ്ടി അവർ പയറ്റുന്ന അടവ് നയങ്ങൾ വളരെ സൈലൻ്റായി നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവർ കടന്നു കയറുന്നതിന് പല രീതിയിലുള്ള പല മാർഗങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. PV അൻവർ ഉന്നയിച്ച വസ്തുതകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. RSS അവര് പോലീസിലെ RSSന്റെ കൈകടത്തലുകളെ പറ്റി പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ശരിയായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാതെ അതിനെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ കൂടെ തന്നെ നിന്നിരുന്ന, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും പങ്കാളിത്തം വഹിച്ചിരുന്ന PV അൻവർ ഇപ്പോൾ അവരുമായി തെറ്റിപ്പിരിയേണ്ട അവസ്ഥ സംജാതമായത്. അൻവറിനെ സംബന്ധിച്ച് മറ്റ് ലാഭേച്ഛകൾ ഒന്നും തന്നെ നമുക്ക് ഇതിൽ ഉണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. കാരണം അൻവർ നിലവിൽ ഒരു ഭരണപക്ഷ MLA ആണ്. അതിനനുസരിച്ച് കൊണ്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നതുമാണ്. മാത്രവുമല്ല, അദ്ദേഹത്തെ സ്വീകരിക്കാൻ കോൺഗ്രസോ ലീഗോ മറ്റു പാർട്ടികളോ, കോൺഗ്രസോ ലീഗോ ഒന്നും തന്നെ മുന്നോട്ട് വന്നിട്ടുമില്ല. ഈ കാരണം കൊണ്ട് തന്നെ അൻവർ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് ഈ LDF CPM-നെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വലിയ രീതിയിലുള്ള വലിയ ധൈര്യശാലി തന്നെയാണ് അൻവർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാടിനും ധൈര്യത്തിനും ജനങ്ങൾ കൊടുക്കുന്ന വലിയ പിന്തുണയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചന്തക്കുന്നിൽ കാണപ്പെട്ടത്. അദ്ദേഹം വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഈ ചന്തക്കുന്നിൽ നടത്തിയിരിക്കുന്നത്. സാധാരണ അദ്ദേഹം ഇൻ്റർവ്യൂകളിൽ പറയുന്നത് പോലെ പല കാര്യങ്ങളും, വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാം ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാറുണ്ടെങ്കിലും ചന്തക്കുന്നിലെ പ്രസംഗം അതിമികച്ച ഒരു പ്രസംഗം തന്നെയാണ്. ഒരു അനാവശ്യ കാര്യങ്ങൾ പോലും അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ നല്ലൊരു മികച്ച പ്രാസംഗിക ശൈലിയാണ് അദ്ദേഹം അനുവർത്തിച്ചിരിക്കുന്നത്.
അദ്ദേഹം ഉന്നയിച്ച ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ LDFന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് വടകരയിലെ കാര്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. വടകരയിലെ സ്ഥാനാർത്ഥി മികച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ CPIMൻ്റെ ഈ രാഷ്ട്രീയ സമീപനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ CPIMൽ നിന്ന് അകലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ CPIMൻ്റെ വലിയൊരു വോട്ട് ബാങ്ക് തന്നെ മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്കേവർക്കും കാണാവുന്നതാണ്. ഗുഡ് ബൈ.